നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. KSRTC പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന പ്രസ്താവനയിൽ അവസാനം ഖേദം പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി CP ജോൺ. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുന്നോട്ടു പോകുമെന്നും CP ജോൺ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. അടച്ചാക്ഷേപിക്കാതെ തുറന്ന് ആക്ഷേപിക്കാനാണോ പിന്നെ ഉദ്ദേശിച്ചത്? ജന്തർ മന്ദറിലെ CGP പ്രതിഷേധം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഭീകര പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാര സംഘടനയായ ISIയുമായി ബന്ധമുള്ള 9 അംഗ സംഘത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തവരിൽ 5 പേർ പ്രായപൂർത്തിയായവരും 4 പേർ പ്രായപൂർത്തിയാകാത്തതുമായ സംഘമായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചാബ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അമൃത്സർ പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ജന്തർ മന്ദറിൽ സമരാഭാസം നടത്തിയ ഭീകരരല്ല, അത് ഇത് റേ. ഹെലികോപ്റ്റർ യാത്രയിൽ 2 വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നും ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. യാത്ര ചെയ്താലും ഇല്ലെങ്കിലും 80 ലക്ഷം കൊടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാലും അമ്മായിയപ്പന് സുഖമാണോ എന്ന് ഒരു മാധ്യമ ദ്രോഹിയും ചോദിച്ചില്ല, മോശമായി പോയി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി N. മരിയ വിൽസനാണ് നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതിനൊപ്പം കാവേരി നദിയിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ജലവിഹിതം തടസ്സമില്ലാതെ നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു. കേരളത്തിലെ ആരാധകർക്ക് വിജയണ്ണൻ വക ജലബോംബ് സമ്മാനം. മുഖ്യമന്ത്രിയായിട്ടും കളവ് പറയുന്നതിന് VD സതീശന് ഒരു മാറ്റവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുനർജനി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കള്ളം പറയാനുള്ള അവകാശം കാരണഭൂതത്തിന് മാത്രം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന്റെ 7ാം വാർഷികത്തിൽ ശ്രീനഗറിൽ PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ നാടകങ്ങൾക്കും അപ്പുറം രാജ്യത്തെ തന്നെ അവഹേളിക്കുന്ന തലത്തിലേക്ക് തരം താണു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ മെഴുകുതിരി പ്രകടനത്തിനിടെ ഇന്ത്യയുടെ ദേശീയ പതാക തലതിരിച്ചു പിടിച്ചാണ് മെഹബൂബയും അനുയായികളും പ്രതിഷേധിച്ചത്. രാജ്യത്തിന്റെ പ്രതീകമായ ദേശീയ പതാകയോട് കാണിച്ച ഈ ഗുരുതരമായ അനാദരവിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. സംഭവം വിവാദമായതോടെ മെഹബൂബ മുഫ്തിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ആലോചിച്ചു വരികയാണ്. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്നത് പോലെ ജിഹാദിനിക്ക് എന്തൊരു ദേശീയ പതാക. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിൻ മേൽപ്പറമ്പ് പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ പയ്യന്നൂർ മാത്തിലിലെ ബന്ധുവീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിക്കെതിരെ മുമ്പും 5ഓളം പോക്സോ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്നേഹ പോക്സോ കേസ് പ്രതിക്ക് ചേരുന്ന പേര്. KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതികരണവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ്. സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് വോട്ട് വാങ്ങിയ ശേഷം അത് ഉപയോഗിക്കുന്ന സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ലെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. വഴിയെ പോയവരെ വിളിച്ചു വരുത്തി സദ്യ കൊടുത്തിട്ട് വീട്ടിൽ ചോറില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് പ്രിയദർശിനി ബസ് സൗജന്യ യാത്ര എന്നത് അദ്ദേഹം പറഞ്ഞു. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന മട്ടിലാണ് പോക്കി ഭരണം മൊത്തത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനത്തിലുണ്ടായ പിഴവുകൾക്ക് ഭാരത സർക്കാരിനോട് മാപ്പ് പറഞ്ഞ് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ പരസ്യങ്ങൾ, ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യയുടെ ദുരുപയോഗം, പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ പിഴവുകൾ എന്നിവയിലാണ് ഭാരത സർക്കാരിനോട് മെറ്റ മാപ്പ് പറഞ്ഞത്. സാങ്കേതികവിദ്യാ രംഗത്ത് ഉയർന്നു വരുന്ന സുരക്ഷാ ഭീഷണികളും പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സാങ്കേതിക തകരാറുകളും പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി കമ്പനി സമ്മതിച്ചു. മാർക്ക് സക്കർബർഗിനെ മാപ്പ് സക്കർബർഗാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് വേണ്ടി വന്നത് 48 മണിക്കൂറുകൾ മാത്രം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.